ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വേലൂർ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് വെങ്ങിലശ്ശേരിയിൽ നിയമം ലംഘിച്ച് കുന്നിടിച്ച് മണ്ണെടുത്ത സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ അടിയന്തര ഇടപെടൽ. നിയമവിരുദ്ധമായി കടത്തിയ മണ്ണ് തിരികെ കൊണ്ടുവന്ന സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള നടപടികൾ പ്രദേശത്ത് ആരംഭിച്ചു. റവന്യൂ നിയമങ്ങളും ജിയോളജി വകുപ്പിന്റെ നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തി നടന്ന കുന്നിടിക്കലിനെതിരെ വാർഡ് അംഗം ബദുൽ സൈമൺ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നിർണായക നടപടിയുണ്ടായിരിക്കുന്നത്. നിയമാനുസൃതമായി മണ്ണെടുക്കുമ്പോൾ പൊതുസ്ഥലങ്ങളിൽ നിന്നും വഴികളിൽ നിന്നും 25 മീറ്ററും പൊതു കുടിവെള്ള പദ്ധതികളിൽ നിന്ന് 50 മീറ്ററും കൃത്യമായ അകലം പാലിക്കണമെന്നാണ് ജിയോളജി വകുപ്പിന്റെ കർശനമായ ഉത്തരവ്. എന്നാൽ വെങ്ങലശ്ശേരിയിൽ പഞ്ചായത്ത് റോഡിന്റെ തൊട്ടടുത്ത അതിർത്തി വരെ വലിയ ആഴത്തിൽ കുഴിയെടുത്താണ് സ്വകാര്യ വ്യക്തികൾ മണ്ണെടുത്തത്. ഈ നിയമവിരുദ്ധമായ മണ്ണെടുപ്പ് മൂലം പ്രദേശത്തെ വലിയൊരു കുന്നു തന്നെ പൂർണ്ണമായും ഇല്ലാതാകുന്ന സാഹചര്യമാണുണ്ടായത്. പ്രദേശത്തെ 100-ലധികം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പ്രധാന കുടിവെള്ള പദ്ധതിയുടെ തൊട്ടടുത്താണ് ഈ കുന്നിടിക്കൽ നടന്നത്. ഇത് കുടിവെള്ള പദ്ധതിയുടെ നിലനിൽപ്പിന് തന്നെ വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഉയർത്തിയിരുന്നത്. റോഡ് ഇടിഞ്ഞു താഴാനും കുടിവെള്ളം മുട്ടാനുമുള്ള സാധ്യത മുൻനിർത്തിയാണ് വാർഡംഗം ബദുൽ സൈമൺ കളക്ടർക്ക് പരാതി സമർപ്പിച്ചത്. പരാതിയുടെ ഗൗരവം കണക്കിലെടുത്ത് കടത്തിയ മണ്ണ് അടിയന്തരമായി തിരികെ കൊണ്ടുവന്ന് സ്ഥലം പഴയ പടിയാക്കാൻ കളക്ടർ ഉത്തരവിടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രങ്ങളും ലോറികളും ഉപയോഗിച്ച് കുഴി നികത്താൻ തുടങ്ങിയത്. വേലൂർ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ ബദുൽ സൈമനാണ്. ഇവിടെ ഇപ്പോൾ ഈ കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് നിയമപരമായിട്ട് അശാസ്ത്രീയപരമായിട്ട് ആണെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പബ്ലിക് വർക്കിൽ നിന്ന് 25 മീറ്റർ അകലം പാലിച്ചുകൊണ്ടല്ല ഇതുവരെയും എടുത്തിട്ടുള്ളത്. ജിയോളജി വകുപ്പിൽ നിന്നിലേക്കും കളക്ടർക്കും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ മണ്ണ് റോട്ടിൽ നിന്ന് 25 മീറ്ററോളം അകലം പാലിച്ച് ഇപ്പോൾ അവർ മണ്ണ് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കളക്ടർക്കും ജിയോളജി വകുപ്പിനും കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. You are watching VCV News.